പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ വെളിപ്പാടുകളുടെ അകത്തുനിന്ന് ഇങ്ങനെ എഴുതുകയുണ്ടായി, ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, എന്നാൽ അദൃശ്യങ്ങളോ അനശ്വരങ്ങളും. ഞാൻ നിങ്ങളോട് പറയുന്ന നേരത്ത് ദർ ഈസ് ആൻ അൺസീൻ വേൾഡ് അറൗണ്ട് അസ്. നിങ്ങൾക്കറിയാമെന്നതുപോലെ, അതായത് സയൻസ് പറയുന്നത് 95% വിഷയങ്ങളും നമ്മുടെ കണ്ണുകൾക്കോ സെൻസുകൾക്കോ സെൻസ് ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ ചുറ്റിലുമുണ്ടെന്നാണ്. അതായത് വെറും 5% മാത്രമാണ് നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് അനുഭവിക്കാനോ സെൻസ് ചെയ്യാനോ സാധിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇത്രയും നാൾ ഈ 5%-നകത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് കൊണ്ടുവച്ചിരിക്കുന്ന ചില നന്മകളെക്കാൾ വലുതാകുന്നു അൺസീൻ റലത്തിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാകുന്നു കൊറിന്തോസ് ലേഖനം ഇങ്ങനെ പറയുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ഒരു മനുഷ്യ മനസ്സോ ഗ്രഹിച്ചിട്ടില്ല, എന്നാൽ ആത്മാവ് മുഖേന അവിടെ നിന്ന് ഇപ്പോൾ അത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ലഭിച്ചതിലേക്ക് നിങ്ങൾ നോക്കാതെ ലഭിക്കാനിരിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ കാണുവാൻ ദൈവാത്മാവ് നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ, നമ്മുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. ഇന്നത്തെ ദിവസം വീണ്ടും ഞാൻ പറഞ്ഞു നിർത്തട്ടെ, നിങ്ങൾ കണ്ടതോ കേട്ടതോ നിങ്ങൾ അനുഭവിക്കുന്നതുമായ നന്മകളെല്ലാം വളരെ നിസാരമെന്ന വണ്ണം വരാനിരിക്കുന്ന നന്മകൾ ഇതിനേക്കാളും വലുതാകുന്നു. ഇത് അദൃശ്യ മണ്ഡലത്തിലിരിക്കുന്നു. ആ അദൃശ്യ മണ്ഡലത്തെ ടാപ്പ് ചെയ്യുവാൻ വിശ്വാസത്താൽ അല്ലാതെ സാധ്യമല്ല. ആ കൃപ ദൈവം നമുക്ക് നൽകട്ടെ. കർത്താവിന്റെ സ്നേഹത്തിന്റെ പരിപൂർണത അതിലൂടെ വെളിപ്പെടട്ടെ. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്.